أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم من بعد ما جاءك من العلم ما لك من الله من ولي ولا نصير. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ഹുസ്നുൽ ഖാത്തിമയോടുകൂടി മരിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദർശവാക്യം ഉച്ചരിച്ച് മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ലഹരിയിലാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നേടിത്തന്ന അനുഗ്രഹീതമായ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് അറിയണമെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കപ്പെടാത്ത നാടുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി, കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടി നേടിത്തന്ന വലിയ ഒരു അനുഗ്രഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അവസ്ഥ എന്ത് എന്നത് വേറെ തന്നെ നാം പരിശോധിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ ആദരിച്ചിരിക്കുന്നു എന്ന് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. വലഖദ് കറംന ബനി ആദമ, നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. ഈ ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത്. ഇന്ത്യയിൽ മുസ്ലിം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? പഴയകാലങ്ങളിൽ നാം അനുഭവിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ പരിശോധിച്ച് നോക്കുമ്പോൾ പഴയതിനേക്കാൾ അങ്ങേയറ്റം ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ, പുതിയ ആഴ്ചയിലെ പ്രബോധനം വാരിക എല്ലാവരും വായിക്കണം. വായിക്കാനൊക്കെ സമയം കണ്ടെത്തണം. പുതിയ പ്രബോധനത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പ്രബോധനമൊക്കെ പല ആളുകളും വാങ്ങുന്നുണ്ടാവും, പൊട്ടിച്ച് നോക്കാത്ത, പേപ്പർ പോലും പൊട്ടിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രബോധനം എല്ലാവരും വായിക്കണം. വാങ്ങാത്ത ആളുകൾ വാങ്ങുന്ന ആളുകളിൽ നിന്ന് വാങ്ങി വായിക്കണം. അതിൽ 2-3 ലേഖനങ്ങളുണ്ട്. ഇന്ത്യയുടെ അവസ്ഥയാണ് അതിൽ വിശദീകരിക്കുന്നത്. നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു ലേഖനം അതിലുണ്ട്. നമ്മുടെ പാലക്കാട് ടൗണിലെ താമസിക്കുന്ന ഷാഹിൻ എന്ന് പറയുന്ന സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതിയൊക്കെ അംഗമായ ശാന്തപരി വിദ്യാർത്ഥിയായ ഷാഹിനിൻ്റെ 2 കഴിഞ്ഞ പ്രാവശ്യം ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കാത്ത, നഷ്ടപ്പെട്ടുപോയ
ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും ദലിത് സഹോദരങ്ങളും പാവപ്പെട്ട ആളുകളുമൊക്കെ ഇന്ത്യയുടെ വ്യത്യസ്തമായ ജയിലറകളിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഒരാള് സ്വാതന്ത്ര്യം ജയിലിൽ നിന്ന് മോചനം ലഭിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ ഉടനെ ആകാശത്തേക്ക് 20 മിനിറ്റ് നോക്കി നിന്നു എന്നാണ്. ആകാശത്തേക്ക് 20 മിനിറ്റ് നോക്കി നിന്നു. ഇതെവിടെയാണ്? ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ്. കാരണം താൻ വസിച്ച ജയിലിൽ ആകാശം കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പല സഹോദരങ്ങളും എന്താണ് ചെയ്ത തെറ്റ് എന്നറിയാതെയാണ് ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ തിരൂർക്കാരനായ ജക്കരിയ 17 വർഷമായി എന്താ ചെയ്ത തെറ്റ് എന്നറിയില്ല, ജയിൽ കിടക്കുകയാണ്. ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നാട്ടുകാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പല ആളുകളും കേസ് നടത്തുവാൻ വേണ്ടി സാമ്പത്തികമായ പിരിവുകൾ നടത്തി പള്ളികൾ തോറും നിർത്തി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മോചനം ലഭിച്ചിട്ടില്ല. പല ആളുകളും ക്രൂരമായ മർദ്ദനങ്ങൾക്കും പരിഹാസങ്ങൾക്കും മാനസികമായ പീഡനങ്ങൾക്കും ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ നിങ്ങളുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മൊത്തം മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എടുത്ത് നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിന് പൗരത്വ നിഷേധം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മദ്രസകളും പള്ളികളും ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തെരുവിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് സ്വാതന്ത്ര്യം? ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മനുഷ്യരാണ്, സ്വാഭാവികമായി അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉയർത്തും. ഏതായാലും ഈ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനുഷ്യരും ഒരുപാട് ആളുകളുണ്ട്. ജാതി മതഭേദമന്യേ ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി അരികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ നിരന്തരം അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. മറ്റു നാട്ടിൽ നിന്ന് കയറി വന്ന ആളുകളാണ് എന്ന ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചവരിൽ മുസ്ലിം സമുദായത്തിലെ ഉലമാക്കളും ഉമറാക്കളും അതേപോലെ തന്നെ ഈ സമുദായത്തിലെ വനിതകളും ഒരുപാട് ആളുകളുടെ പേരുകൾ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകളാണ് കാര്യമായിട്ടും സ്വാതന്ത്ര്യ ദിനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പല ആളുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയുണ്ട്. ഇതൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരു ലേഖനമാണ് ഈ ആഴ്ചത്തെ പ്രബോധനത്തിൽ വന്നിട്ടുള്ളത്. എല്ലാവരും വായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു രാഷ്ട്രം ഇപ്പോഴുമുണ്ട്. ഏകദേശം 80 വർഷത്തിലേറെയായി സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്തുണ്ട്. വല്ലാത്തൊരു പേറ്റുനോവ് അനുഭവിച്ചുകൊണ്ടിരിക്കണം സ്വാതന്ത്ര്യത്തിന്റെ. ആ നാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗസ എന്ന് പറയുന്ന നാട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസ്വാറ. പ്രവാചകരെ, ഒരിക്കലും യഹൂദികളും നസ്വാറാക്കളും താങ്കളെ തൃപ്തിപ്പെടുകയേ ഇല്ല. വലൻ തർദ എന്നാ പറഞ്ഞത്. ലൻ എന്ന അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇനി സംഭവിക്കൂല. ഇസ്ലാമിന്റെ വിഷയത്തിൽ, മുസ്ലിങ്ങളുടെ വിഷയത്തിൽ യഹൂദികളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒരിക്കലും പ്രവാചകന്റെ കാര്യത്തിലും തൃപ്തിപ്പെടുകയേ ഇല്ല. തൃപ്തിപ്പെടണമെങ്കിൽ വഴിയുണ്ട്. എന്താ വഴി? ഹത്താ തത്തബിഅ മില്ലത്തഹും. അവരുടെ സംസ്കാരം പിൻപറ്റണം. അവരുടെ സംസ്കാരം പിൻപറ്റണം, എങ്കിലേ അവർ തൃപ്തിപ്പെടുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഒരു കാരണവശാലും അവർ തൃപ്തിപ്പെടുകയില്ല. ഈ ആയത്തിനെ വെച്ചുകൊണ്ട് ഖാല ഇമാമുൽ മുഫസ്സിരിൻ ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹം പറയാണ്,
يعني وليست اليهود يا محمد ولا النصارى براضية عنك أبدا. ഇമാം ഇബ്നു ജരീർ അത്തബരി പറയാണ്, മുഫസ്സിറുകളുടെ നേതാവാണ്. അദ്ദേഹം പറയാണ്, യഹൂദികളും ക്രിസ്ത്യാനികളും ഒരിക്കലും മുഹമ്മദെ താങ്കളുടെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുവാൻ ഉള്ള ശ്രമമുണ്ട് എങ്കിൽ ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ചോളണം. അത് നടക്കുന്ന കാര്യമല്ല. അള്ളാഹുവിനെ തൃപ്തി നേടുവാനാണ് ശ്രമിക്കേണ്ടത്. ഈ ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് മുഫസ്സിറുകളൊക്കെ പല തഫ്സീറുകളും രേഖപ്പെടുത്തിയത് നമുക്കത് സാധിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗസ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിന്റെ ദയനീയമായ അവസ്ഥ അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അൽ ജസീറ ലേഖകരുടെ ഒരു ടീമിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊന്നൊടുക്കി. നിഷ്കരുണമായ കൊലപാതകം. എന്തിനാണ് ആ കൊന്നൊടുക്കിയത്? ആ നാട്ടിലെ എല്ലാ സംഭവങ്ങളും ഓരോ നിമിഷത്തിലും ഒപ്പിയെടുത്ത് ലോകത്തിന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമായിരുന്നു ആ ടീം. എന്തിനാണ് ആ ടീമിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ കൊല ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ കൊലയ്ക്ക് ശേഷം ചില പ്രധാനപ്പെട്ട ദുരന്തപൂർണമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. അതിനാണ് ട്രംപ് കയ്യൊപ്പ് ഗ്രീൻ കാർഡ് നൽകിയത്. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന സംഗതി ഒപ്പിയെടുക്കുന്ന ഒരു ടീം ഗസയിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് ആ ആളുകളെ നോക്കി തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇത്ര മാത്രം ക്രൂരത നടന്നുകൊണ്ടിരിക്കണം. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ നല്ലൊരു ശതമാനം ആളുകളും അവരുടെ ഒപ്പമാണ്. ക്രൈസ്തവ സമൂഹം അവരുടെ ഒപ്പമാണ്. വളരെ കൃത്യമാണ്. ഫലസ്തീൻ എന്ന പ്രശ്നം ഉണ്ടാവാൻ തന്നെ കാരണം ആരാണ് അതിനെ നട്ടുവളർത്തിയത്, ആരാണ് അതിനെ എല്ലാവിധ സഹായവും കൊടുത്തത്, എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ 80 വർഷത്തിലധികമായി ഗസയിലെ ഫലസ്തീനിലെ മുസ്ലിം സമൂഹം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വേണ്ടി വിധേയമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നഗ്നരാക്കി നിർത്തി വെടിവെച്ച് കൊല്ലുക, ഭക്ഷണത്തിന് കീഴ് നിൽക്കുമ്പോൾ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുക, കുട്ടികളെ നോക്കിക്കൊല്ലുക, സ്ത്രീകളെ നോക്കിക്കൊല്ലുക. ഈ രീതിയിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഗസയിലെ മുസ്ലിം സഹോദരങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഗസയുമായി ഖുദ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാചകന്റെ ഒരുപാട് ശുഭവാർത്തകളുണ്ട്. ഇസ്രായേലിന്റെ അന്ത്യം അത് ഫലസ്തീൻ മണ്ണിൽ വെച്ച് തന്നെയാണ് സംഭവിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച അന്ത്യനാളിന്റെ വളരെ പ്രധാന അടയാളങ്ങളും പുലരുന്ന ഭൂമി ഫലസ്തീനാണ്. വിശ്വാസികളായ നാം ആ പ്രവചനങ്ങളെല്ലാം പുലരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അതിലൊരു പ്രവചനം ഞാൻ മുമ്പൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. ഖുദ്സ് കേന്ദ്രീകരിച്ചുള്ള ഖിലാഫ ഖാദിമ അലാ മിൻഹാജുൻ നുബുവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിൻഹാജുൻ നുബുവ അനുസരിച്ചുകൊണ്ട് ഖിലാഫ ഖാദിമ, അടുത്ത് തന്നെ ഒരു ഖിലാഫത്ത് ഉണ്ടാവും. ആ ഖിലാഫത്ത് എവിടെയാണ്? അത് മുമ്പൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഖുദ്സാണ് അതിന്റെ തലസ്ഥാനം. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു ഖിലാഫത്ത് ഉണ്ടാവുക. ആ പ്രവചനം അത് പുലരാനുള്ളതാണ്. രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മറ്റൊരു പ്രവചനമാണ്. മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കും. മുസ്ലിങ്ങളുടെ കൈകളാൽ യഹൂദികളുടെ അന്ത്യം സംഭവിക്കും. ഈ ഹദീസൊക്കെ പലപ്പോഴും നാം കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ യഹൂദികളുടെ അന്ത്യത്തിന്, നാശത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ഇപ്പോൾ നാം കാണുന്ന യഹൂദികളുടെ നാണം കെട്ട തോൽവിയാണ്. ഇതാണ് ഒരു ഘട്ടം. എന്താണ് അവരുടെ നാണം കെട്ട തോൽവി? ഗസയിലേക്ക് അധിനിവേശം നടത്തുമ്പോൾ 4 ദിവസം കൊണ്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധിനിവേശം നടത്തിയത്. ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം പൂർത്തിയാവാൻ പോകുക. ഒക്ടോബർ 2 കൊല്ലം പൂർത്തിയാവാൻ പോവുകയാണ്.
കുറെ പച്ച മനുഷ്യരെ, പാവങ്ങളായ കുട്ടികളെയും സ്ത്രീകളെയും വയസ്സന്മാരെയും കൊന്നൊടുക്കി എന്നതല്ലാതെ ഹമാസിന്റെ സൈനിക ടീമിനെ കാര്യമായിട്ട് ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ ശക്തരാണ്, ഹമാസിന്റെ പോരാളികൾ. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യഹൂദികളുടെ പരാജയത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അവരുടെ നാണം കെട്ട തോൽവിയാണ്. അതിൽ ഒന്നാണ് സാമ്പത്തികമായ പരാജയമാണ്. സാമ്പത്തികമായ പരാജയം ഇസ്രായേൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാക്ടറികളെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. കാര്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. ഒന്നാമത്തെ പരാജയം. രണ്ടാമത്തെ പരാജയം ധാർമ്മികമായ പരാജയമാണ്. യഹൂദികൾക്കേറ്റ ധാർമ്മികമായ പരാജയം. എന്താണ് ഈ ധാർമ്മികമായ പരാജയം? ലോകത്ത് ഇന്ന് യഹൂദി എന്ന പേര് കേൾക്കുമ്പോഴേക്കും ആളുകൾ വെറുപ്പോടുകൂടിയാ കാണുന്നത്. ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, ധർമ്മത്തിൽ, മൂല്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരെല്ലാവരും യഹൂദി എന്ന് പേര് കേൾക്കുമ്പോഴേക്കും വെറുപ്പോടുകൂടിയാണ്. ചില ഭാഗങ്ങളിലൊക്കെ യഹൂദികൾ റെസ്റ്റോറന്റിൽ കയറി ഹീബ്രു ഭാഷ സംസാരിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ആ യഹൂദികളെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കുന്ന നാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ പരാജയം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. സൈനികമായ പരാജയം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സൈനികമായ പരാജയം? ഓരോ ദിവസവും യഹൂദികളുടെ സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ആളുകൾ, 10,000-15,000-ലേറെ ആളുകൾക്ക് ഇനി സൈനിക വൃത്തി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. വേറെ കുറെ ആയിരങ്ങളുണ്ട്. അവർക്ക് ബുദ്ധിപരമായ ഭ്രമം സംഭവിച്ചിരിക്കുന്നു. മാനസിക രോഗികളാണ് സൈനികരുടെ കൂട്ടത്തിൽ. ഈ അടിസ്ഥാനം നോക്കുമ്പോൾ യഹൂദികളുടെ പരാജയത്തിന്റെ ഒന്നാം ഘട്ടം അത് ഞാനും നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടാം ഘട്ടമുണ്ട്, യഹൂദികളുടെ പരാജയത്തിന്റെ രണ്ടാം ഘട്ടം. ആ രണ്ടാം ഘട്ടം ഈസാ നബി അലൈഹിസ്സലാമയുടെ വരവിലാണ് സംഭവിക്കുക. സമ്പൂർണമായ ഉന്മൂലനം സംഭവിക്കുമെന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തഖൂമു الساعة حتى تقاتلوا اليهود. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തുഖാതിലുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളുമായി പോരാടുന്നത് വരെ. ഹത്താ യഖൂലൽ ഹജർ വറാഅഹു അൽ യഹൂദി. കല്ലുകൾ പറയും. എത്രത്തോളം എന്ന് വെച്ചാൽ കല്ലുകൾ പറയും, ഇതാ എന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട്. യാ മുസ്ലിം ഹദാ യഹൂദി വറാഇ ഫഖ്തുൽഹു. ഇതാ എന്റെ പിന്നിൽ യഹൂദി എന്ന് പറയുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിന് സമാനമായ മറ്റൊരു റിപ്പോർട്ടും കൂടിയുണ്ട്. ലാ തഖൂമു الساعة حتى يقاتل المسلمون اليهود فيقتلهم المسلمون حتى يختبئ اليهودي من وراء الحجر والشجر فيقول الحجر أو الشجر يا مسلم يا عبد الله هذا يهودي. മരവും കല്ലും പാറകളും ഒക്കെ വിളിച്ചു പറയും, ഇതാ എന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കുന്നു. ഫതആൽ ഫഖ്തുൽഹു, വന്നു അവനെ കൊല്ലുക എന്ന് പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴികെ ബാക്കി എല്ലാം പറയുമെന്നാണ്. ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് യഹൂദിയുടെ വൃക്ഷമാണ്. ഈ ഹദീസ്, രണ്ട് ഹദീസുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് പ്രസിദ്ധനായ പണ്ഡിതൻ സഈദ് ഹവ്വ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ രണ്ട് ഹദീസുകളെയും അതിന് ചില അനുബന്ധങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ഹദീസിൽ വ്യംഗ്യമായ ധാരാളം സൂചനകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഈ ഹദീസിൽ ഒരുപാട് സൂചനകൾ, പരോക്ഷമായ വ്യംഗ്യമായ രീതിയിലുള്ള സൂചനകളുണ്ട്. എന്താണ് അതിൽ? ഒന്ന്, മുസ്ലിങ്ങൾ യഹൂദികളുമായി യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന പരാമർശത്തിലെ യഹൂദികൾ നിലവിലുള്ള യഹൂദികളല്ല, മറിച്ച് മസീഹുദ് ദജ്ജാലിന്റെ കൂടെയുള്ള യഹൂദികളാണ്. അവർ ഇറാനിലെ ഇസ്ഫഹാനിൽ നിന്നാണ് പുറപ്പെടുക എന്നാണ് പറയുന്നത്. ഇറാനിൽ കുറെ യഹൂദികളുണ്ട്, അവർക്ക് ആരാധനാലയങ്ങളുണ്ട്, അവർക്ക് പാർലമെന്റിൽ മെമ്പർഷിപ്പ് ഒക്കെ അവർക്കുണ്ട്. ആ ഭാഗത്ത് നിന്നാണ്
യഹൂദികൾ പുറപ്പെടുക. ആ ഹദീസിൽ പറഞ്ഞ യഹൂദികൾ അവരാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു, ഇന്ന ഈസ അലൈഹിസ്സലാം യഗ്സു അദ്ദജ്ജാൽ വമഅഹു അൽമുസ്ലിമൂൻ ഫയഖ്തുലുഹു ബിബാബിൽ ലുദ് ബാബി ഫി ഫിലസ്തീൻ ഖുർബൽ ഖുദ്സ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലുമായിട്ട് യുദ്ധം ചെയ്യും. ഈസാ നബിയുടെ കൂടെ മുസ്ലിങ്ങൾ ഉണ്ടാവും. ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം ചില പണ്ഡിതന്മാരൊക്കെ നടത്തിയിട്ടുണ്ട്. ഈസ ബിൻ മറിയം വരുന്ന സമയത്തെ യഹൂദികൾ എന്ന അർത്ഥവും ആ ഹദീസിനുണ്ട്. ഈസ ബിൻ മറിയം വരുന്ന സമയത്തുള്ള യഹൂദികൾ, അവരുമായിട്ടാണ് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുക. ലാ തഖൂമു സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്. മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ യഹൂദികൾ ആരാണ്, ഏത് സമയത്തുള്ളവരാണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കുന്നു. നമ്മളത് ചിന്തിച്ചു നോക്കി. അള്ളാന്റെ റസൂല് ഈ ഹദീസ് പറയുമ്പോൾ ഒരു 70 കൊല്ലം മുമ്പ് ഈ യഹൂദികളൊക്കെ എവിടെയായിരുന്നു? മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ യഹൂദികൾ എവിടെ? ഒരു 10-75 വർഷം മുമ്പ് എടുത്ത് പരിശോധിച്ച് നോക്കി. യഹൂദികൾ ഫലസ്തീനിലില്ല, മദീന പരിസരത്തില്ല, പശ്ചിമേഷ്യയിൽ കാര്യമായിട്ട് എവിടെയുമില്ല. പിന്നെ എവിടെയാണ്? ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ചിന്നി കിടക്കുകയായിരുന്നു യഹൂദികൾ. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖത്തഅനാഹും ഫിൽ അർദി ഉമമ. നാം അവരെ വ്യത്യസ്ത നാടുകളിൽ കഷ്ണമാക്കി മാറ്റി എന്നാണ്. വ്യത്യസ്ത നാടുകളിൽ പല ഭാഗത്തായിരുന്നു യഹൂദികൾ ഉണ്ടായിരുന്നത്. കേരളത്തിലടക്കമുണ്ടായിരുന്നു യഹൂദികൾ. കൊച്ചിയിലെ പോയ ജൂ സ്ട്രീറ്റ്, ജൂതത്തെരുവ് എന്ന് പറയുന്ന തെരുവിനെ കാണാൻ സാധിക്കും. അവിടെ പള്ളിയുണ്ട് അവർക്ക്, അവിടെയും ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു. പക്ഷെ ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും പ്രത്യേകമായ കോർഡിനേഷന്റെ ഭാഗമായി ഫലസ്തീനിന്റെ നെഞ്ചത്തേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒത്താശയോടുകൂടി കൊണ്ടുവന്നു. ഇനിയാണ് ഈ ഹദീസിന് പ്രസക്തി ഉള്ളത്. അതുവരെ അവിടെ യഹൂദികളില്ല. ഈ ഹദീസിന് അപ്പൊ പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഹദീസിന് പ്രസക്തിയാണ്. ഇപ്പൊ നമുക്ക് വളരെ കൃത്യമാണ്. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇനി മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഹദീസ് വെച്ചുകൊണ്ട് സഈദ് ഹവ്വ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ലോക മുസ്ലിങ്ങൾക്ക് ആഗോള ഖിലാഫത്ത് ഉണ്ടാവും. യഹൂദികൾക്കെതിരെ മുസ്ലിം സമൂഹത്തിന് യുദ്ധം നയിക്കണമെങ്കിൽ അവർക്കൊരു ആഗോള നേതൃത്വം വേണം. ആ ആഗോള നേതൃത്വം ഇതിനു മുമ്പ് സംഭവിക്കുമെന്നാണ്. മഹ്ദിയാണ് ഖലീഫ. തലസ്ഥാനം ഖുദ്സായിരിക്കും. ഖലീഫയുടെ കീഴിലായിരിക്കും നബിയായ ഈസ ബിൻ മറിയം വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാരെ എല്ലാവരും മരിപ്പിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉയർത്തുകയാണ് ചെയ്തത്. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. വറഫഅനാഹു മകാനൻ അലിയ. നാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉയർത്തി എന്നാണ് പറഞ്ഞത്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും. അപ്പോൾ ഈസാ നബി ഖലീഫയുടെ കീഴിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഹദീസിനെ വെച്ചുകൊണ്ട് സഈദ് ഹവ്വ റഹിമഹുല്ല മൂന്നാമതൊരു കാര്യം പറയുന്നു, ആ യുദ്ധമായിരിക്കും അന്ത്യനാളിന്റെ അടയാളം. ഇപ്പൊ ചില ആളുകളൊക്കെ ഫലസ്തീനിൽ നടക്കുന്ന പോരാട്ടത്തെ സംബന്ധിച്ചൊക്കെ അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാളിന്റെ അടയാളം ആയിട്ടില്ല. അന്ത്യനാളിന്റെ അടയാളം ആവണമെങ്കിൽ ആരോടായിരിക്കണം? ഈ പറഞ്ഞ രീതിയിൽ നേർക്ക് നേരെയുള്ള യുദ്ധമായിരിക്കണം. ഇപ്പത്തെ യഹൂദികളല്ലാതെ ഖിലാഫത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം മുസ്ലിം സമൂഹം യഹൂദികളുമായി നടത്തുന്ന ആ ഒരു പോരാട്ടമാണ് അന്ത്യനാളിന്റെ അടയാളമായിട്ട് ഹദീസുകളിൽ കാണുന്നത് എന്ന് സഈദ് ഹവ്വ റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ ഹദീസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ആ യുദ്ധത്തിൽ മുസ്ലിം യോദ്ധാക്കളോട് എല്ലാവരും സഹകരിക്കുമെന്നാണ്. അന്ന് ലോകത്തുള്ള ഒരുവിധം ആളുകളൊക്കെയും മുസ്ലിം സമൂഹത്തോട് സഹകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമെന്നാണ്. അന്ത്യനാളിന് തൊട്ടു മുമ്പായുള്ള യഹൂദികളുമായുള്ള പോരാട്ടത്തിൽ
അതിനെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഹദീസിനെ വിശദീകരിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, കല്ലും മരവും എല്ലാം യഹൂദിക്കെതിരായിരിക്കുന്ന. അതാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ വഫി റിവായത്തി മുസ്ലിം ഇല്ലൽ ഗർഖദ്, പക്ഷെ ഒരു വൃക്ഷം ഒഴികെ എന്ന് പറഞ്ഞു. ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് യഹൂദികളുടെ വൃക്ഷമാണ്. ഗർഖദ് വൃക്ഷം. എന്താണ് ഈ ഗർഖദ് എന്ന് പറഞ്ഞാൽ? ഹദഹുവ നൗഉൻ മിൻ ഷജരി ഷൗക്കി മഅറൂഫുൻ ബി ബിലാദി ബൈത്തുൽ മഖ്ദിസ്. ഒരു ഉപകാരവുമില്ലാത്ത ഒരു പ്രത്യേക തരം ഒരു വൃക്ഷമാണ് അത്. ആ വൃക്ഷം മാത്രം അതിന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരുന്നാൽ ആ വൃക്ഷം പറയൂലാണ്. ബാക്കി എല്ലാ വൃക്ഷവും പാറയും മലയും എല്ലാം പറയും ഇതാ യഹൂദി പിന്നിലുണ്ട് എന്ന് പറയും. ഈ ഗർഖദിനെ വെച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അറബ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞു, ഇന്ന് യഹൂദികൾ ഒളിച്ചിരിക്കുന്നത് ഗർഖദിലൊന്നും അല്ല, അവരങ്ങനെ ഒളിച്ചിരിക്കൂല. ഇന്ന് യഹൂദികൾ ഒളിച്ചിരിക്കുന്നത് അറബ് രാജാക്കന്മാരുടെ പിന്നിലാണ് ഒളിച്ചിരിക്കുന്നത്. സയനിസ്റ്റുകളായ അറബ് രാജാക്കന്മാരുടെ പിന്നിലാണ് ഇന്ന് യഹൂദികൾ ഒളിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത്. ഇത്രമാത്രം ക്രൂരത കാണിച്ചിട്ടും ഈ അറബ് രാജാക്കന്മാർ ഒന്നും ഇളകുന്നില്ലല്ലോ. ഇവിടെയാണ് യഹൂദികൾക്ക് നേരെ എല്ലാവരും തിരിയുമ്പോൾ ഒരു വൃക്ഷം മാത്രം യഹൂദികൾക്ക് അനുകൂലമായി നിൽക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? യഹൂദികൾ ഇസ്രായേലിൽ ആ വൃക്ഷം വ്യാപകമായി നട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൃക്ഷം നമ്മളൊക്കെ നമ്മുടെ നാട്ടില് പരിസ്ഥിതി ദിനക്കം വരുമ്പോ മരം നടൽ ക്യാമ്പയിനൊക്കെ നടത്തില്ലേ? ഇതേപോലെ ഗർഖദ് വൃക്ഷം നടുന്ന ക്യാമ്പയിൻ യഹൂദികൾ ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം അത് ഷജറത്തുൽ യഹൂദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഹൂദികളുടെ വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഹിബ്രു ഭാഷയിലെ യഹൂദികളുടെ ഒരു പത്രം, ആ പത്രം റിപ്പോർട്ട് ചെയ്യാണ് أن معظم السكك الحديدية لم تتأثر بأي تلف من خلال القصف من قبل حماس وهذا بسبب زراعة اليهود لأشجار الغرقد. ഹിബ്രു ഭാഷയിലെ യഹൂദികളുടെ ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട പത്രമാണ് യദൂഅത്ത് എന്ന് പറയുന്ന പത്രം. ആ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇസ്രായേലിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, വിമാനത്താവളവും അതേപോലെ തന്നെ റെയിൽവേ പാളങ്ങളും അതുപോലുള്ള സംഗതികളൊന്നും ഹമാസിന്റെ മിസൈലിന്റെ ആക്രമണത്തിൽ അത് തകരൂല. എന്താ കാരണം? അവരുടെ വിശ്വാസമാണ്. എന്താണ് അവർ പറഞ്ഞത്? ഗർഖദ് എന്ന വൃക്ഷം കൃഷി ചെയ്തതിന്റെ ഫലമായിട്ട് ഞങ്ങൾ നട്ടു പിടിപ്പിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി ഞങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ഹമാസിന്റെ മിസൈൽ ആക്രമണം വഴി തകരുകയില്ല എന്നാ പറയുന്നത്. ഹമാസുകളുടെ റോക്കറ്റുകളെ തടുക്കാൻ ഗർഖദ് വൃക്ഷത്തിന് കഴിയുമെന്നാണ് യഹൂദികളുടെ വിശ്വാസം. നാം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഹമാസിന്റെ മിസൈലുകൾ പലപ്പോഴും അവർക്ക് അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇറാനിന്റെ മിസൈൽ അവർക്ക് അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. സാധാ സീത യമന് വിക്ഷേപിക്കുന്ന മിസൈൽ, അതിനും ധാരാളം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ യഹൂദികളുടെ വിശ്വാസമാണ് ഗർഖദ് വൃക്ഷം ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇൻഷാ അല്ലാഹ് 19 വർഷത്തിലേറെയായി സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിനു വേണ്ടി ഗസ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം ലോകത്തെ സർവ്വവിധ രാഷ്ട്രങ്ങളുടെ പിന്തുണയുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന മാടമ്പി രാഷ്ട്രത്തോട് പൊരുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പോരാട്ടം, അവരുടെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം അത് വിജയിക്കും. അതിന് വെളിച്ചം ലഭിക്കും, അതിലൂടെ പ്രകാശമുണ്ടാകും. ആ സ്വാതന്ത്ര്യം പോരാട്ടം വിജയിച്ചാൽ അതിന്റെ പ്രകാശം ഉണ്ടാവുക ഗസക്കാർക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തമായിരിക്കും. അതാണ് ആ സ്വാതന്ത്ര്യ സമരം വിജയിച്ചാലുള്ള പ്രത്യേകത. അതിനുശേഷമായിരിക്കും ആഗോള ഇസ്ലാമിക ഖിലാഫത്ത് മുസ്ലിം സമുദായത്തിന് ഉണ്ടാവുക. അതിലൂടെയാണ് ഇസ്ലാം വീണ്ടും പ്രചാരം നേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ചുണ്ടക്കാട് താമസിക്കുന്ന കുഞ്ഞഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ ആമിന ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഖബറടക്കം നാളെ 9 മണിക്കാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വേർപാടിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ പ്രാർത്ഥിക്കും, എല്ലാവർക്കും പ്രാർത്ഥിക്കും. സമയമാവേണ്ട വിഷയമുള്ളൂ. എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് പഠിച്ചോ തീരുമാനിച്ചാൽ മരണം വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ഓരോരുത്തരും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിനു മുമ്പ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം, നല്ല അമലുകളൊക്കെ ചെയ്യണം. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ തലശ്ശേരിയായിരുന്നു. അപ്പം എൻ്റെ നാട്ടിലെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട്, ഞാൻ രാവിലെ കുട്ടിക്ക് സ്കൂളില്ലാത്ത കാരണം കുട്ടീനെയും കൂട്ടിയിട്ട് രാവിലെ ഒന്ന് ഉറങ്ങി, കുറച്ചു നേരം ഉറങ്ങി. ഉറക്കത്തിൽ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുറത്തുനിന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. ബെല്ലടിച്ച് ഞാൻ നോക്കിയപ്പോൾ ഉമ്മയാണ്. ഞാനിങ്ങനെ കൈയിങ്ങനെ നീട്ടിപ്പിടിച്ച്, ഇപ്പോൾ കിട്ടുന്നില്ല. ഉമ്മ പറയാണ്, ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കോ, എന്നിട്ട് വേഗം എൻ്റെ ഒപ്പാണ്ട് വന്നോ. ഈ സ്വപ്നത്തെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം, എന്താ സംഭവം? ഞാൻ ഏതായാലും ഒരുങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പള്ളിക്ക് സുബഹിക്കൊക്കെ കറക്റ്റ് പള്ളിയിലുണ്ടാവുന്ന ആളാണ്, കച്ചവടക്കാരനാണ്. 5 വക്തും പള്ളിയിലുണ്ടാവും. 10-15 വയസ്സൊക്കെ ആയി. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ വിശദീകരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒന്നിങ്ങനെ പരിശോധിച്ചപ്പോൾ ചില സ്വപ്നങ്ങൾ ഫലിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നം അത് സുബഹിയുടെ മുമ്പാണ് എങ്കിൽ അതൊക്കെ ഫലിക്കുമെന്നതാണ്. സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സ്വപ്നമാണെങ്കിൽ അതങ്ങനെ വല്ലാതെ ഫലിക്കൂല എന്നാണ്. ഏതായാലും അദ്ദേഹത്തെ ഇന്നലെ രാത്രിയാണ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ പ്രത്യേകിച്ച് ചിരിയൊക്കെ ഒരാഴ്ച പഠിച്ച ആയുസ് നീട്ടി തന്നിട്ടുണ്ട്. എന്തായാലും റെഡിയാണ്. ഞാൻ പറയുന്നത് മനുഷ്യരെപ്പോഴും റെഡിയായിട്ടിരിക്കണം. മരണത്തിന് വേണ്ടി എപ്പോഴും റെഡിയായിട്ടിരിക്കുക. അതിന് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ ചെയ്യുക, എന്തൊക്കെ ദൂഷ്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ ഒഴിവാക്കുക, എന്തൊക്കെ ബാധ്യതകൾ കടപ്പാടുകൾ ഉണ്ടോ അതൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ നല്ല മരണത്തെ നേരിടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരുമാറാവട്ടെ, ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സൂഉൽ ഖാത്തിമയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا حي يا قيوم انصر المسلمين في غزة يا الله، وفي غزة يا الله، وفي فلسطين يا الله. أطعمهم طعاما لذيذا وأشربهم ماء طهورا يا الله. اللهم حدد المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.